പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, അവർ അവരെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവർ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? സ്നേഹമുള്ളവരെ, ഉത്ഥാനം കഴിഞ്ഞ് ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ വായന നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു ചിത്രമാണ്. എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യരുടെ കഥ. അത് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആ ദിവസമാണ്. അവർക്കറിയില്ല, യേശു ഉത്ഥാനത്തെ കാര്യം അറിയാൻ പാടില്ല. അവർ ദുഃഖിച്ച് പോവുകയാണ്. ഞായറാഴ്ച അതിലേക്ക് പോവുകയാണ്. 2-11 കിലോമീറ്റർ ദൂരമുണ്ട് എമ്മാവൂസിലേക്ക്. പോകുന്ന വഴിക്ക് അങ്ങോട്ട് അവർ തർക്കിച്ചും വാദിച്ചും വിഷാദത്തിലൂടെ പോകുമ്പോൾ അവരറിയാതെ ഒരാൾ കൂടെ നടന്നു. അത് യേശുവാണെന്ന് മനസ്സിലായില്ല. അവരോട് യേശുവിനോടൊരു കഥകളെല്ലാം പറഞ്ഞു. യേശു അത് വ്യാഖ്യാനമെല്ലാം കഴിഞ്ഞു. അവർ യേശു തൻ്റെ മരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. അവസാനം യേശുവിനോട് അവർ പറഞ്ഞ സമയം നന്ദിയാവുകയാണ്, കൂടെ വസിക്കുക. അപ്പോൾ യേശു അതിലെവിടെ യേശുവാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത്. ഈ അപരിചിതൻ ഈ രാത്രിക്ക് എവിടെ പോകും? അപ്പോൾ കൂടെ വസിക്കാനായിട്ട് അവർ ക്ഷണിച്ചു. വീട്ടിൽ കയറി ഒരുമിച്ചിരുന്നു അപ്പം മുറിച്ച് പങ്കുവയ്ക്കുമ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. അവർ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ അപ്രത്യക്ഷനായി. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിനുശേഷം അവർ പറയുകയാണ്, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവരുടെ കണ്ണ് തുറന്നു. അതാണ് പ്രധാനം. അതുവരെ അന്ധമായിരുന്നു. അവരുടെ ദുഃഖവും നിരാശയും മൂലം യാഥാർത്ഥ്യം കാണാൻ അവർക്ക് സാധിച്ചില്ല. കണ്ണ് മൂടപ്പെട്ടിരുന്നു. അപ്പോൾ യേശു അവരോട് സംസാരിച്ചു, അപ്പം മുറിച്ച് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കുന്നു. ഇതാണ് എമ്മാവൂസ് സംഭവം. 2 ശിഷ്യന്മാർ. അത് നമ്മുടെ എല്ലാവരുടെയും പ്രതീകമാണ്. നമ്മുടെ ദുഃഖത്തിൽ, നിരാശയിൽ നമ്മൾ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു. ദുഃഖം കൂടുതലാകുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കാവുന്ന ഈ സാഹചര്യത്തിലാണ് യേശു അവർ വ്യാഖ്യാനിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു, അപ്പം മുറിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുക. വചന ശുശ്രൂഷ എന്ന് പറയുന്ന അപ്പത്തിന് ശുശ്രൂഷയുണ്ട്. യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു, ആദ്യ ഭാഗം. രണ്ടാമത് അപ്പം മുറിച്ചു കൊടുത്തു. ഇന്നും വിശുദ്ധ കുർബാന സംഭവിക്കുന്നതാണ്. വചനം കേൾക്കുക, അപ്പം സ്വീകരിക്കുക, കണ്ണു തുറക്കം. അതിനുള്ള ക്രോധം വരാൻ പ്രദാനം ചെയ്യട്ടെ. ഓർക്കണം, ഇത് യേശുവാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മോട് പറയുന്നത് യേശുവാണ്. സംസാരിക്കുന്ന വചനം യേശു തന്നെ മുറിച്ച് പങ്കുവയ്ക്കുകയാണ്. ഈ അപ്പം മുറിക്കലിലൂടെ അവർക്ക് കണ്ണു തുറന്നുപോലെ നമുക്കും കണ്ണു തുറന്ന് കിട്ടാൻ തമ്പുരാൻ കൃപ ചെയ്യട്ടെ. കർത്താവ് നമ്മോട് കൂടെ വസിക്കും. അത് സംഭവിക്കുന്നത് യേശുവിനെ അവർ ക്ഷണിക്കുമ്പോഴാണ്. കർത്താവ് ഞങ്ങളുടെ കൂടെ വസിച്ചാലും നാഥ കൂടെ വസിക്കണമേ. ഒക്ടോബർ 7, 2004 പോപ്പ് ജോൺ പോൾ രണ്ടാമൻ എഴുതിയൊരു ചാക്രിക ലേഖനമുണ്ട്, മാനെ നൊബിസ്കും ദോമനെ. കർത്താവെ കൂടെ വസിച്ചാലും സൗകര്യം കിട്ടുമ്പോൾ വായിക്കുക. നമുക്ക് പ്രാർത്ഥിക്കുക, കർത്താവെ കൂടെ വസിക്കണമേ. അതിൻ്റെ പുറത്തെല്ലാം പ്രദാനം ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക